തെരഞ്ഞെടുപ്പിന് തലേദിവസം ഇടതുമുന്നണി ഒരു പരസ്യം നൽകിയിരുന്നു. സരിൻ തരംഗം എന്ന ഹെഡിങ്ങിലായിരുന്നു പരസ്യം. അതിനകത്ത് വർഗീയ വിദ്വേഷം ഉണർത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും സന്ദീപ് വാര്യർ BJP-യിലായിരുന്നപ്പോൾ നടത്തിയ പരാമർശങ്ങളുമൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പരസ്യം അച്ചടിച്ചു വന്നതാകട്ടെ സുപ്രഭാതം, സിറാജ് തുടങ്ങിയ സുന്നി വിഭാഗക്കാർ, മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗക്കാർ കൂടുതൽ വായിക്കുന്ന പത്രങ്ങളിലാണ് അച്ചടിച്ചു വന്നത്. ഇത് മുസ്ലിം വോട്ടുകൾ CPM-ൽ കേന്ദ്രീകരിക്കാനും UDF-ലേക്ക് പോകാതിരിക്കാനുമുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് ഇടതുമുന്നണി ക്യാമ്പ് ഈ പരസ്യം അച്ചടിക്കുന്നത്. ഈ പരസ്യം അച്ചടിക്കരുതെന്ന് സുപ്രഭാതം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് വിലക്കിയിരുന്നു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കും, അതുകൊണ്ട് ഈ പരസ്യം വേണ്ട എന്ന് മാനേജ്മെൻറ്റ് കൃത്യമായി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സമസ്തയിലെ ലീഗ് വിരോധികളാണ് ഈ പരസ്യം അച്ചടിക്കാൻ സന്നദ്ധത കാണിച്ചതും അച്ചടിച്ചതും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സമസ്തയുടെ നേതാക്കൾ തന്നെയാണ്. അതായത് സുപ്രഭാതം ഗൾഫ് വൈസ് ചെയർമാൻ KP മുഹമ്മദാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാനേജ്മെൻറ്റിലെ വലിയ ആളാണ്. നിക്ഷേപകർക്കും വലിയ ആശങ്കയാണുള്ളത് ഈ പരസ്യം വന്നതിൽ. കാരണം ഈ പരസ്യം ഒരു വിഭാഗത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ളതാണ്. മുസ്ലിം വിഭാഗത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള വർഗീയത നിറഞ്ഞ പരാമർശങ്ങൾ, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ, BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ ഒക്കെ നിരത്തിയാണ് ഫ്രണ്ട് പേജ് പരസ്യം വന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ, ഈ പത്രം വായിക്കുന്ന ആളുകൾ ഇത് വാസ്തവമാണെന്ന് കരുതി കുറച്ച് അധികം പേരെങ്കിലും UDF-ന് വോട്ട് ചെയ്യാതെ, കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ കൂട്ടുന്ന UDF-ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന ധാരണയിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയായിരുന്നു പരസ്യത്തിന് പിന്നിലുള്ളത്. പക്ഷേ ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്ലാനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വന്ന പരസ്യമോ അതിലെ വിവാദമോ അല്ല. പകരം സമസ്ത എന്ന ആത്മീയ സംഘടനയ്ക്കുള്ളിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ഉണ്ട് എന്നുള്ള വലിയ വിവാദത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. മുമ്പ് തന്നെ സമസ്ത ഇക്കാര്യം പറഞ്ഞിരുന്നു. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാഫി ആയിരിക്കാൻ, അതായത് മതസ്ഥാപനങ്ങളുടെ മേധാവിയായിരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് കഴിയില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കണം, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടരുത്, അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന് സമസ്തയിലെ ഒരു വിഭാഗം വളരെ ശക്തമായി വിമർശിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലികൾ ബദൽ യോഗങ്ങളൊക്കെ ചേർന്ന് അവരെയൊക്കെ, ഉമർ ഫൈസി മുക്കത്തെയൊക്കെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് അതും നടന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം മുസ്ലിങ്ങൾ സമുദായത്തിനിടയിൽ ഉണ്ട്. അതായത് ആത്മീയ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ തർക്കമുണ്ട്. സമസ്ത മുസ്ലിം ലീഗിലെ അപ്രമാണിത്വത്തെ എതിർക്കുന്നുണ്ട്, സമസ്തയിലെ ഒരു വിഭാഗം. അതുകൊണ്ടാണ് ഈ പരസ്യം മാനേജ്മെൻറ്റും നിക്ഷേപകരും അടങ്ങിയ സംഘം അല്ലെങ്കിൽ അവരുടെ തലപ്പത്തുള്ള ആളുകൾ ഈ പരസ്യം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും, ഇത് അച്ചടിച്ചു വന്നാൽ വിവാദമാകും എന്നൊക്കെ എഡിറ്റോറിയൽ സൈഡിനും മാർക്കറ്റിംഗ് സൈഡിനും നിർദ്ദേശം നൽകിയിരുന്നിട്ടും സമസ്തയിലെ, അതായത് സമസ്തയുടെ ഉടമസ്ഥയിലാണല്ലോ സുപ്രഭാതമുള്ളത്, സമസ്തയിലെ ലീഗ് വിരോധികൾ, കാരണം ലീഗിന് വോട്ട് പോകരുത്, ലീഗിൻ്റെ നേതൃത്വം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ലീഗ് അനുകൂലികളായ ആളുകളാണ് ഈ പരസ്യം പ്രിൻറ്റിങ്ങിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇടതുമുന്നണി പരസ്യം കൊടുത്തു. ആ പരസ്യം വേണ്ടാന്ന് വയ്ക്കാൻ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിന് കഴിയുമായിരുന്നു. മാനേജ്മെൻറ്റ് അത് ചെയ്തില്ല, വിലക്കിയെങ്കിലും മാനേജ്മെൻറ്റിനെ ധിക്കരിച്ചുകൊണ്ട് ലീഗ് വിരോധികളാണ് ആ പരസ്യം അച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് പറയുന്നത് രാഷ്ട്രീയ കക്ഷി നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും CPM-കാരല്ല. ഗൾഫിൻ്റെ വൈസ് പ്രസിഡന്റ്, അതായത് വൈസ് ചെയർമാൻ ചുമതലയുള്ള KP മുഹമ്മദാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും സുപ്രഭാതം പത്രത്തിലെ ഇതിന് ഉത്തരവാദികളായ ആളുകൾക്ക് നേരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നിക്ഷേപകർക്കും വലിയ ആശങ്കയാണ്. അതുപോലെ തന്നെ മുനമ്പം വിഷയത്തിലും വർഗീയത മുറ്റി നിൽക്കുന്ന ലേഖനങ്ങൾ പത്രത്തിൽ നിരന്തരം അച്ചടിച്ചു വരുന്നതിനെ നിക്ഷേപകർ എതിർക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നതെങ്കിലും അതൊരു ശരിയായ കീഴ്വഴക്കമല്ല, പത്രത്തിൻ്റെ ധർമ്മമല്ല എന്ന തരത്തിൽ മാനേജ്മെൻറ്റ് നടപടി ആലോചിക്കുന്നുണ്ട് എന്ന വിവരവും അദ്ദേഹം തന്നെ പുറത്ത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, പാലക്കാട് തെരഞ്ഞെടുപ്പിനാണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെ ഇടതുമുന്നണിയും വലതുമുന്നണിയും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ Dr. P. സരിനും ഒക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പോളിംഗ് ശതമാനം കൂട്ടാൻ കഴിഞ്ഞില്ല. പോളിംഗ് ശതമാനം കൂട്ടിയത് നഗരപരിധിയിൽ മാത്രമാണ്, അതായത് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ്. 52 വാർഡുകളുള്ള നഗരസഭയിൽ ഏതാണ്ട് 28 വാർഡോളം BJP ആണ് ഭരിക്കുന്നത്, വാർഡ് കൗൺസിലർമാർ. അപ്പോൾ നഗരപരിധിയിൽ പാലക്കാട് നഗരസഭയിൽ, അതായത് മെജോറിറ്റി വോട്ട് ഷെയറും പാലക്കാട് നഗരസഭയിലാണുള്ളത്.
ആ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നതും പാലക്കാട് നഗരസഭയിൽ നിന്നാണ്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടെ UDF-ന് നാമമാത്രമായ കൗൺസിലേഴ്സേ ഉള്ളൂ. LDF-നും അത് തന്നെയാണ്. അപ്പോൾ 7000-ത്തിലധികം ഭൂരിപക്ഷം അവിടെ നിന്ന് കൃഷ്ണകുമാറിന് ലഭിക്കുകയാണെങ്കിൽ, BJP വോട്ട് പോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് 7000-ത്തിലധികം വോട്ട് മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൃഷ്ണകുമാറിന് നഗരപരിധിയിൽ ലഭിക്കുകയാണെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകും. P. സരിനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല പാലക്കാട് ജയിക്കാൻ പോകുന്നത്, BJP ആയിരിക്കും. ഇതാണ് BJP-യുടെ ആലോചനയും ആഗ്രഹവും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യ വിവാദം, ആത്മകഥാ വിവാദം, ഇതൊന്നും കൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പോളിംഗ് ശതമാനം 70.54% മാത്രമാണ് പോളിംഗ്. കഴിഞ്ഞ തവണയാണെങ്കിൽ 75%-75%-ലധികം ഉണ്ടായിരുന്നു പോളിംഗ്. അപ്പോൾ പോളിംഗ് കുറഞ്ഞു. അതേ അവസരം തന്നെ നഗരപരിധിയിൽ പോളിംഗ് കൂടുകയും ചെയ്തു. ഇത് കൃഷ്ണകുമാറിന് അനുകൂലമായ തരംഗമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ മറ്റ് ഇരു മുന്നണികളും കെട്ടി ഉയർത്തിയ വിവാദങ്ങളും വാഗ്വാദങ്ങളും അപ്രസക്തമാകും. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും റിസൾട്ട് കഴിഞ്ഞാലും ആര് വന്നാലും ആര് ജയിച്ചാലും ഈ പരസ്യ വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ട്. അതുപോലെ സുപ്രഭാതം മാനേജ്മെന്റിന്റെ മുന്നിലുണ്ട്. അതിങ്ങനെ ആളിപ്പടർന്നുകൊണ്ടേയിരിക്കും. പരസ്യം കൊളുത്തിവിട്ട ആ അഗ്നിക്ക് ശമനം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ ഇടയില്ല.